ഈ ആരോപണം വന്ന ഉടൻ തന്നെ കോൺഗ്രസ് എംഎൽഎ പാർട്ടിയിൽ നിന്നും ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നീട് കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആരോപണം CPM-ന്റെ MLA അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ സമാനമായ ആക്ഷേപം ഉയർന്നിട്ട് CPM-ന്റെ ഭാഗത്തും അത്തരം ഒരു നടപടി ഉണ്ടായിട്ടില്ല. കോൺഗ്രസാണ് അതിലൊരു മാതൃകാപരമായ നിലപാടെടുത്തത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാട് ആയിട്ടത് മാറി. ഇത്തരം പരാതികൾ പൊടിപിടിച്ച് കിടക്കുന്നതുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അരക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാൾ ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്നേരം അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കിയോ? പുറത്താക്കപ്പെട്ടു. ഈ MLA-മാരായിട്ടുള്ള ചിലർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ അവർ ചിലർ ജയിലിലടക്കം കിടന്നില്ലല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ അവർ? രാഹുലിൻ്റെ കാര്യം നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ, മഹത്തായ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ. ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ? അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആദ്യമായി വാർത്ത വന്നപ്പോൾ തന്നെ മാറ്റി, പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി, ഇതൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. അല്ല, ഇതൊക്കെയാണല്ലോ ഞാനും പറഞ്ഞത്. അതിന് ശേഷമുള്ളതാണല്ലോ ഞാനും പറഞ്ഞത്. ഈ പരാതി പെൺകുട്ടികളുടെ പരാതി കൊടുക്കാതിരുന്നത് വ്യക്തികളെ കൂട്ടം നിരന്തരമായി ഒരു ആക്രമിക്കുന്നുണ്ട്. പല സ്ത്രീകളെയും സൈബർ അറ്റാക്കിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പരാതിയിട്ട് വരാത്തതെന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ ഇത്തരക്കാർക്കെതിരെ ഒരു ശക്തമായ നടപടി ഉണ്ടാവും. നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. പരാതി പരിശോധിച്ചാൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ അല്ല എന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ? ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. അങ്ങനെയൊരു ഒരു ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ പറഞ്ഞ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത്? ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം
എന്തെല്ലാം ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ. നിങ്ങൾ ചില ആളുകളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവർ ഒരു ചിലയിടത്തുണ്ടായല്ലോ, മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണോ? ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കും ഇങ്ങനെ? അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിൽ ഒരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെപ്പറ്റി ചോദ്യം വന്നുകൂടാ? നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ്? ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല, ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല, അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത്? അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നമുക്ക് ആ വിഷയം വിടാം കേട്ടോ, അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട.